എപ്പോഴെങ്കിലും വന്നൊരു 5-10 മിനിറ്റ് ഒരു ലൈവിൽ വരുന്നല്ലാതെ എല്ലാത്തിനും കൂടെ ലൈവ് ഇടാനും ടൈമില്ല. അങ്ങനെ സമയം പെട്ടെന്നാണ് പോകുന്നത്. നമ്മളൊന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഒരു വീഡിയോ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു അപ്ലോഡിങ്ങോ ഇതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്തിട്ട് ബാക്കി പണികൾ കുറേ കിടക്കും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പുറത്തോട്ട് പോയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഇടയിലാണ് കഷ്ടിച്ച് യൂട്യൂബിന് എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ നിൽക്കുന്നത്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമേ ഇതിലൊക്കെ വന്നിട്ട് സെറ്റിൽഡ് ആയവരാണെങ്കിൽ അവർക്ക് വലിയ എഫേർട്ടൊന്നുമില്ല. അവരൊക്കെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് മുമ്പിലുള്ളവർ തന്നെ അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ യൂട്യൂബ് ഒരുപാട് റെക്കമെൻഡ് ചെയ്യും. കാരണം നമ്മുടെ ചാനൽ ഉണ്ടെന്നുള്ള അങ്ങനെ ആർക്കും അറിയില്ലല്ലോ. നമുക്കെല്ലാം നിസാർ സ്ലീപ്പ് ഹലോ ലൈവിലോട്ട് സ്വാഗതം. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അവർക്കൊക്കെ പ്രൊമോഷൻ യൂട്യൂബ് തന്നെ ചെയ്യും. അപ്പം അങ്ങനെ ഒരുപാട് പേര് വന്ന് കാണാനായിട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടില്ല വ്യൂസ് കിട്ടാനായിട്ട്. ഹായ് ജ്യോതി, വെൽക്കം ടു മൈ ലൈവ്. ഞാൻ കമൻസൊക്കെ കണ്ടിരുന്നു ഇന്ന്. അപ്പോൾ വീഡിയോസൊക്കെ നന്നായിട്ട് പോകുന്നു. ചാനലൊക്കെ എങ്ങനെ പോകുന്നു? വാച്ച് അവേഴ്സൊക്കെ കൂടുന്നുണ്ടോ? പുതിയതായിട്ട് തുടങ്ങിയതല്ല, ഇനി പതുക്കെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാം കുറച്ചായിട്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് പഠിച്ച് വരുമ്പോഴേക്ക് പിന്നെ ഓട്ടോമാറ്റിക്കലി എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ദിവസം ലൈവ് ചെയ്യാൻ പറ്റുന്ന ദിവസം കുറച്ചുകൂടെ പോട്ടെ. കാരണം എല്ലാവരുമായിട്ടും പരിചയപ്പെടണമെങ്കിലും ആളുകൾ നമ്മളുടെ ചാനലിൽ വന്ന് കാണണമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയാലേ പറ്റുള്ളൂ. അല്ലാതെ വന്നിട്ട് കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ഒക്കെ ആകുമ്പോഴേ യൂട്യൂബ് നമ്മളുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ നല്ല വ്യൂസ് കിട്ടി ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും വീഡിയോസിന് വന്നാൽ അങ്ങനെയും ഇംപ്രഷൻസ് അയക്കും. അപ്പം ധാരാളം പേരിലോട്ട് പോയി എത്തുമ്പോഴായിരിക്കും ആ വീഡിയോസ് വൈറലാകുന്നത്. ഇപ്പോൾ ചെന്നൈയിലാണ് സെറ്റിൽഡ് ആയിരിക്കുന്നത്. 30-35 വർഷമായിട്ട് ചെന്നൈയിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഗിരിജയുടെ ലൈവ് എപ്പോഴാണ്? ഗിരിജ കൃഷ്ണകുമാർ ഇന്നലെ 10 മണിക്കാണ് വന്നത് അല്ലേ, രാത്രി. ഈ ടൈമിൽ ഞാൻ കുറച്ച് ബിസി ആയിരിക്കും, അതുകൊണ്ടാണ് ഇന്ന് ലൈവിൽ കാണാത്തത്. അതെ കുറച്ച് നിസാർ, എൻ്റെ മെയിൻ ചാനൽ വന്നിട്ട് അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ് ബൈ ഡോക്ടർ രാധാ സുബ്രഹ്മണ്യം. അതിൽ ചെന്നാൽ അതൊരു വ്ളോഗ് ചാനലാണ്. എൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ നിന്ന് കിട്ടും കേട്ടോ. ആ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ അതിൽ പോയിട്ട് ചെന്ന് നോക്കുക. എല്ലാ ഡീറ്റെയിൽസും വീഡിയോസും ഒക്കെ അതിലുണ്ട്. 8:30ക്കാണ് ഗിരിജയുടെ. മഞ്ഞുതുള്ളികളുടെ 8:30 അല്ലേ? രണ്ടുപേരുടെ ഒരേ സമയമാണോ? അതോ മഞ്ഞുതുള്ളികൾ ഇന്ന് രാത്രി 10 മണിക്കാണോ? ടൈം മാറ്റിയായിരുന്നോ? ഇല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടേണ്ടി വരും. 10 മണിക്കാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഹിമയുടെ ഇന്ന് ഇല്ലായിരുന്നു. പിന്നെ ഈ നാബു വ്ളോഗ് വന്നിട്ട് നേരത്തെ ഉച്ചയ്ക്ക് എന്തോ ചെയ്തു എന്ന് തോന്നുന്നു. നെറ്റ് ഇഷ്യൂ മൂലം പലതവണ ഡിസ്കണക്റ്റ്. അതെ ഇന്നലെ ഞാൻ ഒരുപാട് തവണ അത് നോക്കിയിട്ടും കട്ടായി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൽ നെറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ കുറച്ച് വേറെ നെറ്റ് ഇടുകയോ അല്ലെങ്കിൽ നെറ്റിൽ കൂടുതൽ ഡാറ്റ കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും, ഇല്ലെങ്കിൽ വൈഫൈ കണക്ഷൻ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വയർലെസ്സിൽ കണക്റ്റ് ചെയ്യുക. എൻ്റെ വീഡിയോസ് കാണാറുണ്ടോ? കാണുന്നുണ്ട് ജ്യോതി. ടൈം കിട്ടുമ്പോഴേക്കും ഞാൻ ഇടയ്ക്ക് ചെന്ന് കാണാറുണ്ട്. പക്ഷെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ. എനിക്ക് സമയം കിട്ടുമ്പോഴേക്ക് തീർച്ചയായിട്ടും ഞാൻ വീഡിയോസ് കാണാം. ജസ്റ്റ് ഒന്ന് ഔട്ട്വേർഡ്ലി ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ കുറേ പേരുടെ പെൻഡിങ് ഉണ്ട്. ഞാൻ തീർച്ചയായിട്ടും വന്ന് കാണും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വന്ന് കാണാം. അപ്പോൾ 10 മണിക്കൊക്കെ ആകുമ്പോഴേക്കും ആളുകളുടെ ജോലിയൊക്കെ ഒരുവിധം തീർന്നു കാണും. മഞ്ഞുതുള്ളികളുടെ ഗിരിജയുടെ 8:30ക്കും നല്ല ടൈമാണ്. നേരത്തേക്ക് ആകുമ്പോൾ എല്ലാവർക്കും പണി കാണും, ഓഫീസിൽ നിന്നും വന്ന് കാണില്ല. അപ്പം അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് കുറച്ച് ലേറ്റ് ആവുന്നതാണ് എപ്പോഴും നല്ലത്. ഡിസ്കണക്റ്റ് ആയത് ഓട്ടോമാറ്റിക്കലി സേവ് ആവും. ആദ്യം അതെ, ഡിസ്കണക്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ചെയ്തത് വരെയുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തായാലും സേവ് ആകും. അതിൻ്റെ കമൻസ് ഞാൻ കമൻസ് ഇട്ടിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് ഇനി ഡീറ്റെയിൽഡായിട്ട് നോക്കിയിട്ട് കമൻസ് ഇടാം.